ദൈവനാമത്തിന്റെ മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമാണ്. തുടർന്നും ഈ ദേശങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. വേഗത്തിലൊരു സമാധാനം ഉണ്ടാകുവാൻ നമുക്ക് ഒരുമിച്ച് ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ റോമാലേഖനം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ 1 കൊരിന്ത്യർ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യമായി ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നവരുടെ അറിവിലേക്കായി പറയട്ടെ, തിങ്കൾ വ്യാഴം ഈ 2 ദിവസങ്ങളിലാണ് നമ്മുടെ ബൈബിൾ ക്വിസ് ഉള്ളത്. അതുപോലെ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം ഒരു ദിവസമാണ്. അതായത് തിങ്കളാഴ്ച ചോദിക്കുന്ന ചോദ്യത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെയും വ്യാഴാഴ്ച ചോദിക്കുന്ന ചോദ്യത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയുമാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. ഉത്തരങ്ങൾക്ക് എല്ലാത്തിനും റെഫറൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഉത്തരങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ അയക്കുക. വേഗത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പൗലോസ് കൊരിന്ത്യരോട് പ്രസംഗിച്ചത് എന്തിൻ്റെ പ്രദർശനത്തിലൂടെയാണ്? ഓപ്ഷൻ എ മാനുഷ്യജ്ഞാനം, ഓപ്ഷൻ ബി ശക്തിയും ആത്മാവും, ഓപ്ഷൻ സി നിയമം. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പൗലോസ് കൊരിന്ത്യരോട് പ്രസംഗിച്ചത് എന്തിൻ്റെ പ്രദർശനത്തിലൂടെയാണ്? ഓപ്ഷൻ എ മനുഷ്യജ്ഞാനം, ഓപ്ഷൻ ബി ശക്തിയും ആത്മാവും, ഓപ്ഷൻ സി നിയമം. രണ്ടാമത്തെ ചോദ്യം: ആത്മീക വർധന വരുത്തുന്നത് എന്താണ്? ഓപ്ഷൻ എ ജ്ഞാനം, ഓപ്ഷൻ ബി സ്നേഹം, ഓപ്ഷൻ സി ശക്തി. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആത്മീക വർധന വരുത്തുന്നത് എന്താണ്? ഓപ്ഷൻ എ ജ്ഞാനം, ഓപ്ഷൻ ബി സ്നേഹം, ഓപ്ഷൻ സി ശക്തി. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യരെക്കാൾ ബലമേറിയത് എന്താണ്? ഓപ്ഷൻ എ മനുഷ്യരുടെ ജ്ഞാനം, ഓപ്ഷൻ ബി മനുഷ്യരുടെ ശക്തി, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ ബലഹീനത. ചോദ്യം ഒന്നുകൂടി പറയാം. മനുഷ്യരെക്കാൾ ബലമേറിയത് എന്താണ്? ഓപ്ഷൻ എ മനുഷ്യരുടെ ജ്ഞാനം, ഓപ്ഷൻ ബി മനുഷ്യരുടെ ശക്തി, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ ബലഹീനത. നാലാമത്തെ ചോദ്യം: കൊരിന്ത്യരെക്കുറിച്ച് ലഭിച്ച അറിവ് എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കൊരിന്ത്യരെക്കുറിച്ച് ലഭിച്ച അറിവ് എന്താണ്? അഞ്ചാമത്തെ ചോദ്യം: ആരാലും വിവേചിക്കപ്പെടാത്തവൻ ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ആരാലും വിവേചിക്കപ്പെടാത്തവൻ ആരാണ്? ആറാമത്തെ ചോദ്യം: നല്ലതെന്ത്, അധികം നല്ലതെന്ത്? ചോദ്യം ഒന്നുകൂടി പറയാം. നല്ലത് എന്ത്, അധികം നല്ലത് എന്താണ്? ഏഴാമത്തെ ചോദ്യം: ദൈവം അറിയുന്നത് ആരെയാണ്? ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ദൈവം അറിയുന്നത് ആരെയാണ്? എട്ടാമത്തെ ചോദ്യം: എന്തടിസ്ഥാനത്തിലാണ് കൂലി ലഭിക്കുന്നത്? ചോദ്യം ഒന്നുകൂടി പറയാം. എന്ത് അടിസ്ഥാനത്തിലാണ് കൂലി ലഭിക്കുന്നത്? ഒൻപതാമത്തെ ചോദ്യം: മൊഴി, സാമർഥ്യം അഥവാ അഴക് എന്ന് സൂചിപ്പിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. മൊഴി, സാമർഥ്യം അഥവാ അഴക് എന്ന് സൂചിപ്പിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യം ഇതാണ്: നൃത്തം, നോട്ടം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. നൃത്തം, നോട്ടം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ല എങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചോദ്യം കേൾക്കുക. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ റോമാലേഖനം 9 മുതൽ 18 വരെയുള്ള നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ റോമാലേഖനം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. വേഗത്തിൽ തന്നെ ആ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് വഴിപാടാണ് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിപ്പാൻ പൗലോസ് ആഗ്രഹിച്ചത്? ഇതിൻ്റെ ഉത്തരം ഇതായിരുന്നു. ഓപ്ഷൻ ബി ജാതികളുടെ വഴിപാട് 15:16. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസ് തൻ്റെ സഹോദരന്മാർക്കായി എന്തുവരെയാകാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്? ഇതിൻ്റെ ഉത്തരം ഇതായിരുന്നു. ഓപ്ഷൻ ബി ശപിക്കപ്പെട്ടവൻ 9:3. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഏലിയാവിൻ്റെ കാലത്ത് ദൈവം എത്ര പേരെ തനിക്കായി ശേഷിപ്പിച്ചു?
ഇതിൻ്റെ ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി 7000. 11ൻ്റെ 4. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി എന്താണ്? ഉത്തരം ഇതാണ്. സ്നേഹം. റോമർ 13ൻ്റെ 10. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു. ദൈവം നൽകുന്ന 2 കാര്യങ്ങൾ എന്താണ്? ഉത്തരം ഇതാണ്. സ്ഥിരതയും ആശ്വാസവും. 15ൻ്റെ 6. നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു. ചേർത്തുകൊള്ളുവിൻ ആരെ? ഉത്തരം ഇതാണ്. വിശ്വാസത്തിൽ ബലഹീനനായവനെ. 14ൻ്റെ 10. നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു. ദൈവരാജ്യം എന്താണ് എന്തല്ല? ഉത്തരം ഇതാണ്. ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. 14ൻ്റെ 17. നമ്മുടെ എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. റോമാലേഖനം എഴുതിയത് ആരാണ്? ഉത്തരം ഇതാണ്. തെർത്തോസ്. 16:22 കാണാം. ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു. ഈ പാഠഭാഗത്ത് ഒരധ്യായത്തിൽ ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന ഒന്നിലധികം പേരുകളേവ അധ്യായം ഏതാണ്? ഉത്തരം ഇതാണ്. 16:20 കാണാം. സമാധാനത്തിൻ്റെ ദൈവം. 16:26 ഏകജ്ഞാനിയായ ദൈവം. 16:24 നിത്യദൈവം. നമ്മുടെ 10ാമത്തെ ചോദ്യം ഇതായിരുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മുടെ വീടുകളിൽ കാണുന്ന ഒന്നിനോട് ചേർത്ത് ചില പദപ്രയോഗങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഏവ? ഇതിൻ്റെ ഉത്തരം ഇതാണ്. മാനപാത്രം, അപമാനപാത്രം. 9:21. കരുണാപാത്രങ്ങൾ. 9:23. കോപപാത്രം. 9:24. അപ്പോൾ നമ്മുടെ വീടുകളിൽ കാണുന്ന ഏതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പാത്രമാണ് നമ്മുടെ വീടുകളിൽ കാണുന്ന ഒന്നെന്ന് പറഞ്ഞത്. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ സിബി ടിജു, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ റെജി മോൾ, സിസ്റ്റർ സൂസൻ ജെയിംസ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ സാലി ജോസഫ്. നമ്പർ തെറ്റിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ പ്രവീണ സുനിൽ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ ഡാലി ജെ, സിസ്റ്റർ ജലജ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ബിന്നി ബേബി. സിസ്റ്ററാണോ ബ്രദറാണോ എന്നറിയില്ല. പ്ലീസ് ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും. സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ജയ മിനേഷ്, സിസ്റ്റർ ഷീന അജി, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ സാറാമ ഡേവിഡ്, സിസ്റ്റർ നാൻസി, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ മോളി, സിസ്റ്റർ ലിസി സണ്ണി, സിസ്റ്റർ ജയവല്ലി, ബ്രദർ ശശി കോട്ടയം. ബ്രദർ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിതിന് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രദർ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റത്തില്ല. ആ മെസ്സേജ് ഒരു പക്ഷേ ഞാൻ കണ്ടില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ തരുന്ന ഈ നമ്പറിലൊന്ന്, എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലൊന്ന് ഹായ് പറഞ്ഞാൽ മതി. നമുക്കപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സിസ്റ്റർ ജയ സാമുവൽ, ബ്രദർ ജോർജ് തോമസ്, സിസ്റ്റർ ലിസി വിൻസെൻ്റ്, സിസ്റ്റർ രാധിക ഷൈജു, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ സുസമ്മ തോമസ്. ഗോഡ് ബ്ലസ് യു, താങ്ക് യു. സിസ്റ്റർ സാറാമ ജോസഫ്, സിസ്റ്റർ ലിജിമോൾ കെച്ചാണ്ടി, സിസ്റ്റർ റെനിസാം, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ അഞ്ചുമി.
സിസ്റ്റർ ആലിസ് യോഹന്നാൻ, സിസ്റ്റർ ആശ എ, സിസ്റ്റർ അനിത സജിത്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ നിഖിത, സിസ്റ്റർ സുമതി ഭായ്, ബ്രദർ മാത്യു മിലൻ, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ ശോശാമ്മ കുര്യാക്കോസ്, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ സുജ ജെയിംസ്. ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇവരാണ് ഇന്നത്തെ വിജയികൾ. സിസ്റ്റർ ബീന ബോസ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഡാലി ജെയിൻ, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ സുനിത ഷാജി. പലരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയികളാകാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ശ്രമിക്കുക. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ദൈവവചനം മറ്റുള്ളവരും പഠിക്കുവാനായിട്ട് നമുക്ക് അവരെയും സഹായിക്കാം. ദൈവം എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കട്ടെ. ആമേൻ.